ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. പാസ്ത എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് സിമ്പിളായിട്ട് കാണിക്കാൻ പോകുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഗ്യാസിൽ വയ്ക്കുക. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വയ്ക്കുക. ഈ പാസ്ത ഒട്ടി പിടിക്കാതിരിക്കാനാണ് എണ്ണ ഒഴിക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഈ പാസ്ത അതിലേക്ക് ഇടുക. ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. പാസ്ത എണ്ണയും ഒക്കെ ആയിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഈ പാസ്തയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. ഇനി ഏകദേശം ഈ പാസ്ത ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റി വയ്ക്കണം. ഇപ്പോൾ വെന്തിട്ടുണ്ട്. അതങ്ങനെ ഒന്ന് അമർത്തുമ്പോൾ പൊടിയണ മാതിരി ആയാൽ മതി. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ലേശം നെയ്യ് ഒഴിക്കുക. എനിക്ക് ലേശം വെളുത്തുള്ളി ഇട്ട് ചെറുതായി അരിഞ്ഞ് ഒരു 1-2 അല്ലി വെളുത്തുള്ളി മതി. ചെറുതായി അരിഞ്ഞിട്ട് അതൊന്നിൽ നെയ്യിൽ മൂപ്പിച്ച് കൊടുക്കും. അല്ലാണ്ട് ബ്രൗൺ കളറാവുമൊന്നും വേണ്ട, ലൈറ്റായിട്ടായാൽ മതി. പിന്നെ അതിലേക്കൊരു സവാള മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഏകദേശം മൂക്കാനാകുമ്പോൾ ലേശം ഉപ്പിട്ട് കൊടുക്കും. അത് പെട്ടെന്ന് മൂത്ത് കിട്ടും. ഞാൻ ആദ്യം ചേർക്കാൻ വിട്ടു. എനിക്ക് ഒരു തക്കാളി ഇതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് ചൂടാറാൻ വെച്ച ശേഷം ഒരു പാൻ വെച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി അല്ലി രണ്ടാമതും മുറിച്ച് വഴറ്റി കൊടുക്കുക. എനിക്ക് ലേശം ക്യാപ്സിക്കം ഇട്ടു. അപ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും അരച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വേണമെങ്കിൽ ലേശം മിക്സി കഴുകിയിട്ട് ആ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി എനിക്ക് പാസ്ത സോസ് ലേശം ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ലേശം സോസും കൂടി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. പാസ്ത മിക്സ് അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഉപ്പോ സോസോ എന്തെങ്കിലും പോരാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ലേശം ചേർത്ത് കൊടുക്കാം.
കുറച്ച് ബേബി കോൺ ചേർക്കുന്നുണ്ട്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാമെന്നേ ഉള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അത്രയേ ഉള്ളൂ, പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.